എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ കുടിക്കുന്ന പോലെയുള്ള പാൽ സർബത്ത് വീട്ടിലെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര അലിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ടിട്ട് കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ പാത്രത്തിൻ്റെ സൈഡിലൊന്നിങ്ങനെ തേച്ച് കൊടുത്താൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പോൾ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. പാൽ സർബത്ത് ആയതുകൊണ്ട് ആ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷണലാണ്. ഇനി ഈ പഞ്ചസാര ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് ഈ പാത്രം അതിൽ മുക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സബ്ജ സീഡ്സ് ഒന്ന് സോക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ സബ്ജ സീഡ്സും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ കുതിർന്ന് കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ വരെ അത് കേടുകൂടാതിരിക്കും. ഇനി നമുക്കിത് വെച്ചിട്ട് എങ്ങനെ പാൽ സർബത്ത് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ടൊരു ഗ്ലാസ്സിലോട്ട് കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ്സ് ചേർക്കാം. നല്ല തണുപ്പുണ്ടെങ്കിലായിരിക്കും പാൽ സർബത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ഷുഗർ സിറപ്പ്, 1/2 ടീസ്പൂൺ ഹോർലിക്സ് ബൂസ്റ്റോ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതിന് മുകളിലായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന സബ്ജ സീഡ്സ്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് നല്ല തണുത്ത പാലും 1/4 കപ്പ് വെള്ളവും. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പാൽ സർബത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ പിസ്ത സർബത്ത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് ഷുഗർ സിറപ്പ്, 1-2 തുള്ളി പിസ്ത എസൻസ്. ഇത് പിസ്ത ഏലാച്ചി എസൻസ് എന്നും പറഞ്ഞിട്ട് ചെറിയ ബോട്ടിലിൽ വാങ്ങിയിട്ടുള്ളതാണ്. അതിൽ നിന്നൊരു 2 ഡ്രോപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് 1-2 ടീസ്പൂൺ സബ്ജ സീഡ്സ്. ഇനി ഇതിന് മുകളിലായിട്ട് 1/2 കപ്പ് നല്ല തണുത്ത പാലും 1/4 കപ്പ് നല്ല തണുത്ത വെള്ളവും. ഇപ്പോൾ നമ്മുടെ പിസ്ത സർബത്ത് റെഡി ആയിട്ടുണ്ട്. താഴെ ഗ്രീൻ കളറും മുകളിൽ വൈറ്റ് കളറും. ആ പാലിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സബ്ജ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുത്താൽ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. ഇത് നമ്മൾ കുടിക്കാൻ നേരത്ത് ഒരു സ്ട്രോ കൊണ്ടോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കുടിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള 2 ഡ്രിങ്ക് റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്